Hello future teachers. Today we are going to learn the last title of the first module of first unit. As you can see in the image, General Prologue to the Canterbury Tales. General Prologue to the Canterbury Tales. Canterbury Tales എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ചോസറിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ളൊരു വർക്കാണ്. ആക്ച്വലി കാൻറ്റർബറി ടെയിൽസ് ഈസ് അബൌട്ട് എ പിൽഗ്രിമേജ് ടു ദ ഷ്രൈൻ ഓഫ് സെൻറ്റ് തോമസ് ബക്കറ്റ്. സെൻറ്റ് തോമസ് ബക്കറ്റ് എന്ന ഒരു ദിവ്യൻ്റെ അദ്ദേഹത്തിൻ്റെ ഷ്രൈനിലേക്കുള്ള ഒരു തീർത്ഥയാത്ര. എസ്പെഷ്യലി ഇൻ ഇംഗ്ലണ്ട് ദേ ഹാഡ് ദിസ് ട്രഡീഷൻ ഓഫ് ഗോയിങ് ഫോർ പിൽഗ്രിമേജ്. അവരുടെ ട്രഡീഷനായിട്ട് തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ പോകുക എന്നുള്ളത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരുന്നു, എസ്പെഷ്യലി ഇൻ ഏപ്രിൽ, ഇൻ ദാറ്റ് സീസൺ. സോ ഹിയർ ഓൾസോ ഇൻ ദ പോം വി ക്യാൻ സീ ദാറ്റ് ചോസർ ഗോസ് ഫോർ ദ പിൽഗ്രിമേജ് ഇൻ ദ മന്ത് ഓഫ് ഏപ്രിൽ. അങ്ങനെയാണ് പോം തുടങ്ങുന്നത്. അപ്പോൾ ഈ പോം ഇറ്റ് ഈസ് ആക്ച്വലി എ കമ്പൈലേഷൻ ഓഫ് മെനി ടെയിൽസ്. അപ്പോൾ ഇങ്ങനെ ഈ പിൽഗ്രിമേജിന് പോകുമ്പോൾ അവിടെ ഒരു സത്രത്തിൽ ചോസർ ആദ്യം ചെല്ലുകയും അവിടെ വിശ്രമിക്കുകയും, അപ്പോൾ ഈ ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇങ്ങോട്ട് സെൻറ്റ് തോമസ് ബക്കറ്റിൻ്റെ ഷ്രൈനിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവരെ പറ്റി ഈ അവിടെ കണ്ട ഷേക്സ്പിയർ കണ്ട ഓരോ പിൽഗ്രിംസിനെയും പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തരുന്നതാണ് അതിൻ്റെ പ്രൊലോഗ്, ജനറൽ പ്രൊലോഗ് എന്നുള്ള പോർഷൻ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ജനറൽ പ്രൊലോഗ് ഈസ് അബൌട്ട്. ജനറൽ പ്രൊലോഗ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ചോസേഴ്സ് ദ കാൻറ്റർബറി ടെയിൽസ്. അതൊരു പോമാണ് എന്നറിയാലോ. ആ പോമത്തിൻ്റെ ഫസ്റ്റ് പോർഷനാണ് ഈ ജനറൽ പ്രൊലോഗ്. ഇറ്റ് ഹാസ് 858 ലൈൻസ്. 858 ലൈൻ അതിന് മാത്രമുണ്ട്, ഈ ജനറൽ പ്രൊലോഗിന് മാത്രമുണ്ട്. ആൻഡ് അബൌട്ട് എ റിലീജിയസ് പിൽഗ്രിമേജ് ടു വിസിറ്റ് ദ ഷ്രൈൻ ഓഫ് സെൻറ്റ് തോമസ് ബക്കറ്റ്, ദ തബാർഡ് ഇൻ സൗത്ത് വാക്ക്. ദിസ് ഈസ് ദ പ്ലേസ് where ചോസർ സ്റ്റേയ്ഡ് ദാറ്റ് നൈറ്റ്. അന്ന് തങ്ങിയ സ്ഥലം ഇതാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് ഈ ബാക്കിയുള്ള പിൽഗ്രിംസിനെ പരിചയപ്പെട്ടത്, അവരെപ്പറ്റി നിരീക്ഷിച്ചത്, എഴുതിയതൊക്കെ ഇവിടെ നിന്നുകൊണ്ടാണ്. 29 പിൽഗ്രിംസ് എക്സ്ക്ലൂഡിങ് ദ ഹോസ്റ്റ് ആൻഡ് ചോസർ. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? 29 പേരുണ്ടായിരുന്നു, എക്സ്ക്ലൂഡിങ് ദ ഹോസ്റ്റിൻ്റെ പേര് ഹാരി ബെയ്ലി എന്നാണ്. വിൽ നോ ദാറ്റ്. അദ്ദേഹവും അതുപോലെ ചോസറും കൂടാതെ 29 അതേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെ പറ്റിയാണ് ജനറൽ പ്രൊലോഗിൽ പറയുന്നത്. അപ്പോൾ ഈ ഓൾ ദ 29 ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്, മുഴുവനും ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് ഇൻ സെറ്റ് പെർസ്പെക്റ്റീവ് സം ക്യാരക്ടേഴ്സ് മേ ബി ആസ്ഡ്. ചില ക്യാരക്ടേഴ്സിനെ പറ്റി ചോദിക്കാം. ഈവൻ ദ ഫിസിക്കൽ ഫീച്ചർ, അവരുടെ ഫിസിക്കൽ ഫീച്ചർ വരെ ചോദിച്ചെന്നിരിക്കാം. സോ ഇൻ ദിസ് എപ്പിസോഡ് വി ആർ ഗോയിങ് ടു analyze different characters. We are going to know more about different characters. ഇപ്പോൾ ഇതിലെ ഓരോ മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് പരിചയപ്പെടാം. സോ ഫസ്റ്റ് ഇസ് ദ നറേറ്റർ ഹിംസെൽഫ്. ചോസർ ഹിംസെൽഫ് അക്നോളജ് ആസ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറായിട്ട് ചോസർ തന്നെ അംഗീകരിക്കുന്നുണ്ട് ചോസറിനെ. അവരുടെ കൂട്ടത്തിൽ ഒരാളാണല്ലോ ചോസർ. ദ നെക്സ്റ്റ് വൺ ഇസ് host. I told you his name is ഹാരി ബെയ്ലി. ആൻഡ് ദിസ് ഹാരി ബെയ്ലി ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ്? ഇവർ ഈ ട്രാവൽ ചെയ്യുമ്പോൾ, ഷ്രൈനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും കഥ പറയണം. അങ്ങോട്ട് പോകുമ്പോഴും പറയണം, ഇങ്ങോട്ട് പോകുമ്പോഴും പറയണം. അപ്പോൾ അതിൽ ഏറ്റവും നന്നായി കഥ പറയുന്ന ആൾക്ക് ഒരു ദിവസത്തെ അന്നത്തെ അവിടുത്തെ ഫുഡ്, ഈ സത്രത്തിൽ നിന്നുള്ള ഫുഡ്, ഗ്രാൻഡായിട്ടുള്ള ഫുഡ് ഫ്രീ ആയിട്ട് നൽകും. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ലെവലിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത ആളാണ് ഹാരി ബെയ്ലി. അങ്ങനെയാണ് ഓരോ ടെയിൽസ് വരുന്നത്. പിന്നെ ഈ ജനറൽ പ്രൊലോഗ് കഴിയുമ്പോൾ മുഴുവൻ കഥകളാണ്, പിന്നെ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള കഥകൾ. ഓക്കെ, അപ്പോൾ ഹാരി ബെയ്ലി ഈസ് ദ ഹോസ്റ്റ് ആൻഡ് ഹീ ഈസ് ദ അഡ്മിനിസ്റ്റർ ഓഫ് ദി സ്റ്റോറി ടെല്ലിംഗ് ഗെയിം.
Okay. Then the knight is one of the pilgrims. He is the first pilgrim mentioned in general prologue. ജനറൽ പ്രൊലോഗിൽ ആദ്യമായിട്ട് പറയപ്പെടുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ ദ ടെല്ലർ ഓഫ് ഫസ്റ്റ് ടെയിൽ. ടെയിൽസിലെ കാൻറ്റർബറി ടെയിൽസിലെ ഫസ്റ്റ് ടെയിൽ പറയുന്ന ആളും ഇദ്ദേഹമാണ്. He represents the ideal of medieval Christian at arms, participated in no less than 15 battles, brave, experienced and prudent. ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോട്ടിൽ കോട്ട് ഓഫ് ആംസ് ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ ചെസ്റ്റിലൊക്കെ ഒരു ഷീൽഡ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ കാണുന്നതായിട്ട് ചോസർ പറയുന്നുണ്ട്. Okay, but knight is an important person. Then the next one is the wife of Bath, a lady, of course. Wife of Bath. The Bath is not her husband, as we may misunderstand from the title. Actually, Bath is a town on the river Avon River. Avon Riverൻ്റെ അവിടെയുള്ള ഒരു ടൗണാണ് ശരിക്കും ബാത്ത് എന്ന് പറയുന്നത്. സോ വൈഫ് ഓഫ് ബാത്ത്, ഷീ കംസ് ഫ്രം ദെയർ ആൻഡ് ഷീ ഈസ് എ പ്രൊഫഷണൽ വൈഫ് ആൻഡ് മാരീഡ് 5 times. And she had many affairs in youth, and she herself present as someone loves marriage and sex, and she takes pleasure in rich attire. നന്നായി വസ്ത്രം ധരിക്കുന്നതിലും ആഭരണത്തിലുമൊക്കെ ഭയങ്കര പ്ലഷർ കണ്ടെത്തുന്ന ആളാണ്. ഡെഫ് ഇൻ 1 year ആൻഡ് ഹാസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഫ്രണ്ട് ടീത്ത്. മുമ്പിലത്തെ പല്ലുകൾക്കിടയിൽ വിടവുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം ഒരു കാര്യമുണ്ട്. ചോസറിൻ്റെ ടൈമിലൊക്കെ ഫ്രണ്ടിൽ വിടവുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സുള്ള സ്ത്രീകളായിട്ടാണ് കണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് കൺസിഡേർഡ് അട്രാക്റ്റീവ് ടു. ഫ്രണ്ടിലെ പല്ലിലെ വിടവ് എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അക്കാലത്ത് കണ്ടിരുന്നത്. മാത്രമല്ല അവരിങ്ങനെ ഒരുപാട് അഫയേഴ്സൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ത്രീകളാണ് എന്നാണ് അന്നത്തെ ഒരു വിശ്വാസം. ആൻഡ് ഷി ഹാസ് ട്രാവൽ ടു ജെറുസലേം ത്രൈസ് ആൻഡ് യൂറോപ്പ്. അപ്പോൾ യൂഷ്വൽ ട്രാവലറാണ്, എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദ വൈഫ് ഓഫ് ബാത്ത്. അപ്പോൾ വൈഫ് ഓഫ് ബാത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും സ്വഭാവവും ക്ലിയർ അല്ലേ? ഓക്കെ. ദ നെക്സ്റ്റ് ഇസ് ദ ഫ്രയർ. Actually, friar is a kind of clergyman, ഒരു പുരോഹിതനാണ്. But these friars, they don't need to attach to any church or any monasteries. മൊണാസ്ട്രീസിലൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഈ ഫ്രയേഴ്സിന്. ഫ്രയേഴ്സ് ആക്ച്വലി they do religious sacraments like marriage and confession. കുമ്പസാരം, കല്യാണം, ഇതൊക്കെ നടത്തി കൊടുക്കുന്ന ആളുകളാണ്. പക്ഷേ ചോസറിൻ്റെ ഫ്രയർ എന്ന് പറയുന്നത് ഒരു ബ്രൈബ് അക്സെപ്റ്റ് ചെയ്യുന്ന, അതുപോലെ ഭൗതികമായ സുഖങ്ങളിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. നെഗറ്റീവ് ക്യാരക്ടറാണ് ചോസറിൻ്റെ ഫ്രയർ. അന്നത്തെ കാലത്തെ ഫ്രയേഴ്സ് മിക്കതും അങ്ങനെയായിരുന്നു. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ലൊലാർഡ്സ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായത് റോമൻ ചർച്ചിലെ ക്ലർഗിമാൻ്റെ കറപ്ഷൻ മൂലമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രയർ ഈസ് വൺ ഓഫ് സച്ച് പേഴ്സൺ. നെക്സ്റ്റ് വൺ ഇസ് ദ സമണർ. Summoner, at that time, if you had watched many movies, then you know this. നിങ്ങൾക്ക് മൂവീസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പണ്ടത്തെ കാലത്ത് ക്രൈമൊക്കെ ചെയ്തവരെ പിടിച്ചു കൊണ്ടുവരാൻ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. ആൻഡ് that person is called the summoner. അപ്പോൾ this summoner is also like that. He brings people violating church law to a celestial court. പള്ളിയുടെ തന്നെ മതപരമായിട്ടുള്ളൊരു കോർട്ടാണ്. ആ കോർട്ടിലേക്ക് ആളുകളെ പിടിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് സമണർ ചെയ്യുന്നത്. ഹിസ് ഫേസ് ഈസ് സ്കാർഡ് ബൈ ലെപ്രോസി. കുഷ്ഠം വന്നിട്ട് ഇങ്ങനെ മുഖത്ത് പാടുണ്ട്. നോട്ട് ക്വാളിഫൈഡ് ഫോർ ഹിസ് പൊസിഷൻ, ഇറിറ്റബിൾ ഡ്രങ്കാർഡ്. അദ്ദേഹത്തിന് ആ പൊസിഷനിൽ ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ലെന്നാണ് ചോസർ he opines. Okay. Next, the pardoner. Pardoner is also, something like friar, a corrupt person ആണ്. Pardoner grant papal indulgence.
അതായത് ഐ ടോൾഡ് യു റോമൻ ചർച്ചാണ് അന്ന് മെയിനായിട്ട് ഭരിച്ചിരുന്നത്. അപ്പോൾ പാപം ചെയ്തവർക്ക് ആ പാപമുക്തി കൊടുക്കുന്നത് പാപ്പൽ ഇൻ്റലിജൻസ് വഴിയാണ്. പാപ്പയുടെ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അത് കൊടുത്തിരുന്നത് ഈ പാർഡനറാണ്, പാർഡൻ ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പക്ഷേ ഫോർ ദാറ്റ് ദ ചർച്ച് നീഡ് സംതിങ്. അങ്ങനെ പാപം പുറത്തു കൊടുക്കുമ്പോൾ ഇൻ റിട്ടേൺ വിശ്വാസികൾ എന്തെങ്കിലും കൊടുക്കണം ചർച്ചിന്. അപ്പോൾ അങ്ങനെ ചർച്ചിന് കൊടുക്കാൻ, അങ്ങനെ ഈ പാപ്പൽ ഇൻ്റലിജൻസ് കൊടുക്കാൻ അങ്ങോട്ട് കൊടുത്തിട്ട് അതിൻ്റെ എന്താണോ അതിൻ്റെ നഷ്ടപരിഹാരം അതിങ്ങോട്ട് വാങ്ങിക്കുന്ന ആളാണ് പാർഡനർ. ഈ പാർഡനർ ഡെഫിനറ്റ്ലി കറപ്റ്റായിരുന്നു. അദ്ദേഹം സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി ആളുകളുടെ നിന്ന് വാങ്ങിച്ചിരുന്നു. ഫേക്ക് മാനാണ്. ആൻഡ് ഹി ക്ലെയിംസ് ടു ഹാവ് വെയിൽ ഓഫ് വിർജിൻ മേരിയുടെ കന്യാമറിയത്തിൻ്റെ തട്ടമുണ്ടല്ലോ, അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നു. ആൻഡ് ഹാസ് ലോങ് ഗ്രീസി യെല്ലോ ഹെയർ ആൻഡ് ബിയർഡ്ലെസ്. ഇവിടെ ഈ ഫിസിക്കൽ ഫീച്ചറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇതുപോലെ നല്ല നീളത്തിൽ മുടി വളർത്തിയിട്ട് താടിയില്ലാതെ നടന്നാൽ അതൊരു ജെൻഡർ ആംബിഗ്വിറ്റി, അതായത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാത്ത, അങ്ങനെ പറയാൻ സാധിക്കാത്ത ഒരാളാണ്, രണ്ട് സ്വഭാവമുള്ള ആളാണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത ആളാണ് എന്നൊക്കെയുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ യു സി ചോസേഴ്സ് ക്യാരക്ടേഴ്സ് മാച്ച് വിത്ത് ദ ബിലീവ്സ് അറ്റ് ദാറ്റ് ടൈം. അന്നത്തെ കാലത്ത് ഫിസിക്കൽ ഫീച്ചർ വെച്ച് അവർക്കുണ്ടായിരുന്ന ബിലീഫ് ശരിയാണെന്നും കൂടി ചോസർ സമർത്ഥിക്കുന്നതായി പലപ്പോഴും നമുക്ക് തോന്നും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ദ മില്ലർ. ഹീ ഹാസ് എ വാട്ട് ഓൺ ഹിസ് നോസ്. അരിമ്പാറ കേട്ടിട്ടില്ലേ, അത് മൂക്കിലുണ്ടായിരുന്നു മില്ലറിന്. ആൻഡ് ഹാസ് എ ബിഗ് മൗത്ത്. ആൻഡ് ദിസ് ബിഗ് മൗത്ത് ഇസ് ആക്ച്വലി ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി. ബിഗ് മൗത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് അനാവശ്യമായി സംസാരിക്കുകയും ആവശ്യമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആളുമാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ വാ വലുതുമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ബോത്ത് ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി. ആൻഡ് ഹി സീംസ് ടു ബി എ പേഴ്സൺ ഹു എൻജോയ്സ് ഓവർ ടേണിങ് കൺവെൻഷൻ. അതായത് ഇവർ ടെയിലിൽ പറയുന്നതിനൊരു ഓർഡർ ഉണ്ടല്ലോ, ഹോസ്റ്റ് ഹാരി ബെയ്ലി ഇന്ന ആൾ ആദ്യം പറയണം, ഫസ്റ്റ് നൈറ്റ് പറയണം, സെക്കൻഡ് ഇന്ന ആൾ പറയണം, അടുത്ത ആൾ പറയണം എന്നൊരു ഓർഡർ ഉണ്ടായിരുന്നല്ലോ. ആ ഓർഡറൊക്കെ തെറ്റിച്ച ആളാണ് ദ മില്ലർ ഈസ് ഓൾവേസ് എൻജോയ്സ് ഓവർ ടേണിങ് കൺവെൻഷനൊക്കെ തട്ടി തകർത്ത് കളയുന്ന ആളാണ്. ആൻഡ് ഹിസ് സ്റ്റോറി ഓൾസോ വാസ് എ ബ്ലാസ്ഫമസ് ടെയിൽ. ഒരു പൊട്ട കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദ പ്രയോറസ്. കന്യാസ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. പ്രയോറസ് മോഡസ്റ്റ് ആൻഡ് ക്വയറ്റ്, നല്ല മോഡസ്റ്റ് ആൻഡ് ക്വയറ്റ്. ആൻഡ് ഷീ ആസ്പയർസ് ടു ഹാവ് എക്സ്ക്യൂസിറ്റ് ടേസ്റ്റ്. നല്ല കൾച്ചർ, നല്ല ലാംഗ്വേജ്, നല്ല ഹയർ റാങ്ക്, അങ്ങനെ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ആൻഡ് ഷീ ഹാസ് ഗുഡ് ടേബിൾ മാനേഴ്സ്, നോസ് ഫ്രഞ്ച്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് സംസാരിക്കും. അക്കാലത്ത് ഫ്രഞ്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു നൊബിലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹയർ റാങ്കിൻ്റെ ഒരു സിമ്പിളായിരുന്നു. പക്ഷേ ഷീ ഡിഡിൻ നോ കറക്റ്റ് ഫോമലായിട്ടുള്ള ഫ്രഞ്ച് അവർക്ക് അറിയില്ലായിരുന്നു. അത് ചോസറിന് മനസ്സിലായി. ഇറ്റ് വാസ് നോട്ട് കോർട്ട്ലി ഫ്രഞ്ച്, ബട്ട് ഷീ മാനേജ് ടു സേ സം ഫ്രഞ്ച് വേർഡ്സ്. ഷീ ഡ്രസ്സസ് വെൽ, ചാരിറ്റബിൾ ആൻഡ് കമ്പാഷനേറ്റ്. നല്ല ചാരിറ്റിയുള്ള, മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന, എല്ലാവർക്കും ചാരിറ്റി ഇഷ്ടം പോലെ ദാനം ചെയ്യുന്ന, ചാരിറ്റബിൾ മൈൻഡായിരുന്നു അവർ പ്രയോറസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ദ മോങ്ക് cares little for the rule. Actually at that time monks were supposed to stay in the monastery. അവരുടെ മൊണാസ്ട്രിയിൽ തന്നെ താമസിക്കുക, മാരേജ് ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ താമസിക്കുക എന്നുള്ളതായിരുന്നു മോങ്സിൻ്റെയൊക്കെ ഒരു റൂൾ. അക്കോർഡിംഗ് ടു according to St. Augustine, I think, that rule is there. According to that rule, monk should be stayed there in the monastery. But this monk cared little. അതൊന്നും കെയർ ചെയ്തില്ല. He instead hunted animals and he find his hobby in hunting and interest eating. ഭക്ഷണം കഴിക്കുന്നതിലും ഹണ്ടിങ്ങിലുമാണ് അദ്ദേഹം
മെയിനായിട്ട് തൻ്റെ വിനോദങ്ങളായിട്ട് കണ്ടിരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ സ്ക്വയർ. ദ സ്ക്വയർ ഇസ് ആക്ച്വലി ദ നൈറ്റ് സൺ. ആദ്യം പറഞ്ഞ നൈറ്റിൻ്റെ സണ്ണാണ് സ്ക്വയർ. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ചാമായിട്ടുള്ള ഒരു യങ് ഫെലോ ആണ് സ്ക്വയർ. കേളി ഹെയർഡ്, യൂത്ത്ഫുൾ, ഹാൻസം. യു സി കേളി ഹെയർ അറ്റ് ദാറ്റ് ടൈം ഇസ് കൺസിഡേർഡ് എ സ്റ്റാൻഡേർഡ് ലുക്ക്. നല്ല സ്റ്റാൻഡേർഡുള്ളൊരു ലുക്കായിട്ടാണ് അത് കണ്ടിരുന്നത്. യു മസ്റ്റ് ഹാവ് സീൻ ഇൻ മൂവീസ് ഇംഗ്ലണ്ട് പീപ്പിൾ ദേ ഹാവ് ലോക്സ് വിച്ച് ഈസ് കേൾഡ്. അവരതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ട് ഇങ്ങനെ ചുരുട്ടിയിടാൻ. ആൻഡ് ഹീ ലവ്സ് ഡാൻസിങ് ആൻഡ് കോട്ടിങ്. ഓഫ് കോഴ്സ് ഹീ ഈസ് young people. They at that time they always associated to something like this, dancing and courting. Okay, the squire. And the next one is the clerk. The clerk is a poor student of philosophy. ഫിലോസഫിയുടെ സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫിലോസഫേഴ്സിൻ്റെയൊക്കെ നല്ല നല്ല ബുക്കുകളുണ്ട്. ആൻഡ് ഹീ ഹാഡ് ലോട്ട്സ് ഓഫ് മണി. നല്ല പൈസ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ. പക്ഷേ ആ പൈസ മുഴുവനും അദ്ദേഹം ചിലവഴിച്ചത് കുറച്ച് സെറ്റ്സ് ഓഫ് ബുക്സ്. അന്നത്തെ കാലത്തൊരു ബുക്കിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വലിയൊരു ലാൻഡ് വാങ്ങിക്കുന്ന അത്രയും പൈസ കൊടുക്കണം. അപ്പോൾ ആ അത്രയും ക്യാഷ് കൊടുത്തിട്ട് അദ്ദേഹം ഈ ബുക്ക് വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം. ആൻഡ് ഓഫ് കോഴ്സ് നോളജ് അദ്ദേഹത്തിൽ വിസിബിളായിരുന്നു. സ്പീക്സ് ലിറ്റിൽ, ബട്ട് വെൻ ഹി സ്പീക്സ് ഫുൾ ഓഫ് വൈസ് ആൻഡ് മോറൽ വാല്യൂസ്. നല്ല കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് ദർ ആർ അതർ ക്യാരക്ടേഴ്സ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇനിയും ക്യാരക്ടേഴ്സ് ഉണ്ട്, 29 ആയിട്ടില്ല. ദ മാൻ ഓഫ് ലോയർ ആയിരുന്നു. ഹി നോസ് എവറി ലോ ഓഫ് ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ലോയും അറിയാം. ദ മാൻസിപ്പിൾ, ഈ കോർട്ടിലേക്കും കോളേജിലേക്കൊക്കെയുള്ള പ്രൊവിഷൻസ്, അങ്ങോട്ട് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു മാൻസിപ്പിൾ. മർച്ചൻ്റ് ഉണ്ട്. ഹി ട്രേഡ്സ് ഫർ ആൻഡ് ക്ലോത്ത്. ഷിപ്പിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നന്നായി അറിയാവുന്ന ആളാണ്. ബട്ട് ഹി ഹാസ് എ ബാഡ് ഹാബിറ്റ്. ഹി സ്റ്റീൽസ് വൈൻ വെൻ ക്യാപ്റ്റൻ അസ്ലീപ്പ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ ഉറങ്ങുമ്പോൾ വൈൻ മോഷ്ടിക്കുമായിരുന്നു. അപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറുള്ള ആളാണ്. ഓക്കെ, ദെൻ ദ ഫിസിഷ്യൻ, ഡോക്ടർ ഈസ് ഓൾസോ ഗുഡ്. ഹി നോസ് ട്രീറ്റ്മെൻറ്റ് ഫോർ എവറി ഡിസീസ്. എല്ലാ ഡിസീസിനും ട്രീറ്റ്മെൻറ്റ് അറിയാം. ബട്ട് ഹി വാസ് ഓൾസോ ഗ്രീഡിയും. പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹവും പ്രവർത്തിച്ചിരുന്നത്. ദ ഫ്രാങ്ക്ലിൻ അറ്റ് ദാറ്റ് ടൈം ഫ്രീ മാൻ. അന്ന് അടിമത്തമൊക്കെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്, അറിയാമല്ലോ. അപ്പോൾ അന്ന് ഫ്രീ മാനിനെ ഫ്രാങ്ക്ലിൻ എന്ന് വിളിച്ചിരുന്നു. ഹി ലവ്സ് ഫുഡ്. ഇയാൾ ഈ ചോസറിൻ്റെ ഫ്രാങ്ക്ലിൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് ദ റീവ്, he also has a habit of stealing. And the plowman, parson's brother means parson. I think we have discussed it. Okay, parson's brother എന്ന് പറയുമ്പോൾ പാർസൺ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ലെറ്റ്സ് ഡിസ്കസ് who parson was. Parson was the only devout churchman in the company. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ക്ലർഗി പീപ്പിളിലെ ആകെ ഡിവോട്ടായിട്ടുള്ള ശരിക്കും ഭക്തൻ എന്ന് പറയാവുന്ന നല്ലൊരാളെന്ന് പറയാവുന്നത് പാർസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഏരിയയിലുള്ള അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ആളുകൾക്കൊക്കെ നല്ല ഉപദേശം നൽകുകയും നല്ല രീതിയിൽ അവരെ ഈ നല്ല യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കറപ്ഷൻ ഒന്നുമില്ല, അങ്ങനെ ഗ്രീഡി അല്ല, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ഹി വാസ് റിച്ച് ഇൻ ഹോളി തോട്ട്സ് ആൻഡ് ഡീഡ്സ്. അപ്പോൾ പാർസൺ മാത്രമാണ് ഇത്ര നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരാൾ. പിന്നെ നൈറ്റും നല്ലതാണ്. സോ ഹിയർ പാർസൺ, ഹിയർ ദ പ്ലൗമാൻ, ഹി ഈസ് പാർസൺസ് ബ്രദർ ആൻഡ് ഹി ഈസ് ഓൾസോ എ ഗുഡ് മാൻ. പാർസൻ്റെ ബ്രദറും നല്ല മനുഷ്യനാണ്. നൗ ദ ഗിൽഡ്സ്മെൻ. അറ്റ് ദാറ്റ് ടൈം ഇൻ ഇംഗ്ലണ്ട് ഗിൽഡ്സ് വേർ ദെയർ. അതായത് ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ
ഒരു സംഘടന ഉള്ളതുപോലെ അന്ന് ഗിൽഡുകളായിരുന്നു, ഗിൽഡ്. അങ്ങനെ 5 പേഴ്സൺസ്, ഒരു ഗിൽഡിലുള്ള 5 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് വർക്ക് ചെയ്യുന്ന കാർപ്പൻ്റർ ഉണ്ടായിരുന്നു, ഹെബർഡാഷറി, അങ്ങനെ 2-3 ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ട്രേഡ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആളുകളുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ക്രാഫ്റ്റിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള. അപ്പോൾ അങ്ങനെ 5 പേരുള്ളത് ഗിൽസ്മാൻ. ആൻഡ് ദേ ഹാവ് എ കുക്ക്. അവരുടെ കൂടെ ഒരു കുക്ക് ഉണ്ടായിരുന്നു, കുക്ക് ഇവരുടെ കൂട്ടത്തിൽ വന്നത്. പിന്നെയുള്ളത് യോമാൻ. യോമാൻ, ഹി വാസ് ദ സെർവൻറ്റ് ഓഫ് നൈറ്റ് ആൻഡ് സ്ക്വയർ. നൈറ്റിൻ്റെയും സ്ക്വയറിൻ്റെയും സെർവൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് സ്ലൈഡിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ക്യാരക്ടേഴ്സ് അല്ല. ഇതിനു മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദ സെക്കൻഡ് നൺ, ദ നൺ പ്രീസ്റ്റ്, അവർ ഇമ്പോർട്ടൻ്റ് ആണ്. നൺ പ്രീസ്റ്റ് ടെയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ 2 പേരും ജനറൽ പ്രൊലോഗിലില്ല, അവരെ പറ്റി പറഞ്ഞിട്ടില്ല. സോ ദീസ് ആർ ദ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് വീഡിയോ കുറച്ച് നീണ്ടുപോയി. ജനറൽ പ്രൊലോഗ് എന്ന് പറയുമ്പോൾ ഇത്ര നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു. ചോസറിൻ്റെ ക്യാരക്ടേഴ്സിൽ വാർട്ടുള്ള, മൂക്കിൽ അരിമ്പാറ പോലെയുള്ള വാർട്ടുള്ള ക്യാരക്ടർ ആരായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ആരാണ് അദ്ദേഹം? ഇറ്റ് ഈസ് മില്ലറാണ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ടു ലേൺ മോർ അബൌട്ട് ക്യാരക്ടേഴ്സിനെ പറ്റി ഏറ്റവും മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ റിസർച്ച്, ഡു റിസർച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.